പൊതുവേ രാഷ്ട്രീയക്കാർ മുനമ്പം സമരം അവരുടെ റീച്ച് കൂട്ടാനുള്ളൊരു പദ്ധതിയായിട്ട് മാത്രമാണ് എടുത്തിരിക്കുന്നതെന്ന് ഈ 106 ദിവസത്തെ സമരത്തിൽ നിന്നും അവിടുത്തെ നിവാസി എന്ന നിലയിലും പലപ്പോഴും സമരമുഖത്ത് നിന്നിട്ട് ഉള്ളൊരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് സാറ് പറഞ്ഞുകൊണ്ട് പൂർണ്ണമായിട്ട് ഞാൻ യോജിക്കുന്നു. അൻവർ വരുന്നത് എങ്ങനെയാണെന്ന് പോലും ഞങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള അറിയിപ്പും ഉണ്ടായിരുന്നില്ല. അത് ആക്സ് എന്ന് പറഞ്ഞ ഒരു സംഘടന രാപ്പകൽ സമരം 100-ാം ദിവസത്തിന് വേണ്ടി പ്ലാൻ ചെയ്തതാണ്. ഞങ്ങൾക്ക് കിട്ടിയ വിവരമനുസരിച്ച് ഒരു ബിഷപ്പാണ് രാപ്പകൽ സമരം ഉദ്ഘാടനം ചെയ്യുന്നതെന്നായിരുന്നു. പത്രങ്ങളിലും ആ വാർത്ത തന്നെയാണ്, ആ ദിവസങ്ങളിലെ വാർത്തകൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. പക്ഷേ അന്ന് രാവിലെയാണ്, അന്ന് ഞാൻ സമരമുഖത്തുണ്ടായിരുന്നു, ആ വേദിയിലുണ്ടായിരുന്നു. അന്ന് രാവിലെയാണ് ഇത് സമരം ഉദ്ഘാടനം ചെയ്യുന്നത് PV അൻവറാണ്, XMLA ആണെന്നുള്ള വിവരം ഞങ്ങൾക്ക് കിട്ടുന്നത്. അത് ഞാനടക്കമുള്ള മുനമ്പം നിവാസികളെ അല്ലെങ്കിൽ ആ സമരത്തിൻ്റെ പിറകിൽ നിൽക്കുന്ന പലരെയും സാറിനെ പോലെ തന്നെ എന്നെയും അവരെല്ലാം ആശങ്കപ്പെടുത്തിയ ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ ഞങ്ങളവിടെ വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഗവൺമെൻറ്റിനെതിരെ പറഞ്ഞു ഇതൊരു മനുഷ്യത്വപരമായ പ്രശ്നമാണെന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നു പ്രതിപക്ഷ നേതാവ് പറഞ്ഞ അതേ ഒരു ലൈനിലാണ് അദ്ദേഹത്തിൻ്റെ 10 മിനിറ്റ് കൊണ്ട് തീർക്കാവുന്ന പ്രശ്നമാണെന്ന് പറഞ്ഞു. പക്ഷേ എങ്ങനെ തീർക്കുമെന്ന് ഇപ്പോൾ പ്രതിപക്ഷ നേതാവായാലും പറഞ്ഞിട്ടില്ല, ഇദ്ദേഹവും പറഞ്ഞിട്ടില്ല. അത് സാറിന് എന്നേക്കാൾ വ്യക്തമായിട്ട് അറിയാമല്ലോ. 1995 വഖഫ് ആക്ട് പ്രകാരം ഇതെങ്ങനെ 10 മിനിറ്റ് കൊണ്ട് തീർക്കാൻ പറ്റുമെന്ന് ഇവർക്ക് ഒരു ഫോർമുല ഇവരിതുവരെ മുമ്പോട്ട് വെച്ചിട്ടില്ല. ഇപ്പം ഞാൻ അൻവറിനെ കാണുന്നത് കേരളത്തിലെ ഇടത് വലത് അല്ലെങ്കിൽ മറ്റു രാഷ്ട്രീയക്കാർ പറഞ്ഞ അതേ ഒരു വാസ്തവം തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. അവിടെ വരുന്നു, ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഒരു പ്രസ്താവന നടത്തുന്നു. അദ്ദേഹം പറഞ്ഞത് എല്ലാ മുസ്ലിം സംഘടനകളും ഇത് അവിടെ ഒന്ന് കുടിയൊഴിപ്പിക്കരുന്നതാണ്. അതൊരു മോഹന വാഗ്ദാനമാണ്. ഇപ്പം ഞാൻ അവിടെ ജനിച്ചു വളർന്ന വ്യക്തിയാണ്. അന്ന് ഫാറൂഖ് കോളേജ് കുടിയൊഴിപ്പിക്കാൻ വന്നിട്ട് അന്ന് ഞങ്ങൾക്ക് ഈ ഭൂമിയിൽ യാതൊരു അവകാശമില്ലെന്നും കൂടി ഓർക്കണം. കേസുകൾ നടക്കുന്നു, ഞങ്ങൾക്ക് ടൈറ്റിൽ കിട്ടിയിട്ടില്ല, ആർക്കാണെന്ന് ടൈറ്റിൽ കോടതി പറഞ്ഞിട്ടില്ല. അതിനുശേഷം ഹൈക്കോടതിയുടെ വിധിപ്രകാരമാണ് നമ്മൾ വാങ്ങിക്കുന്നത്. അന്ന് കൂലിപ്പെട്ട ആളായിട്ട് വന്നിട്ട് നടക്കാത്തൊരു കാര്യത്തെക്കുറിച്ചാണ് ഇവരുടെ സഹായം. അതിന് മുനമ്പംകാർക്ക് ഇവരുടെ ആരും സഹായം വേണം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.